Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good Good morning. നമ്മൾ morning. ഡിസ്കസ് ചെയ്ത ടോപ്പിക് സെലക്ഷൻ പ്രോസസ് ഓഫ് സെലക്ഷൻ നമ്മൾ നോക്കി. ദെൻ പ്രിലിമിനറി ഇന്റർവ്യൂ അവിടെ വരെയാണ് നോക്കിയത് അല്ലേ? പേജ് നമ്പർ ഐ തിങ്ക് 29 ട്ടാ. ഓക്കെ. വൺ മിനിറ്റ് ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു അല്ലേ? സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് പ്രോസസ് ആയിരുന്നു എന്താ, നമ്മള് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോംസ് സ്ക്രീൻ ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് എന്താണ് ആപ്ലിക്കേഷൻ ഫോം, അതിന്റെ പർപ്പസ് എന്താണ്, കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ആപ്ലിക്കേഷൻ ഫോം ആണ്. ആപ്ലിക്കേഷൻ ഫോം ഓർ ആപ്ലിക്കേഷൻ പ്ലാൻ ആർ യൂസ്ഡ് ടു ഗെയിൻ ബേസിക് ഡീറ്റെയിൽ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. ഈ ആപ്ലിക്കേഷൻ ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ കാൻഡിഡേറ്റ്സ് ഇൻട്രസ്റ്റഡ് ഏരിയ. ആപ്ലിക്കേഷൻ ഫോംസിൽ ഫോം വഴി നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഹോബീസ്, അതേപോലെ എല്ലാ പേഴ്സണൽ ഡാറ്റാസും പേര്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹോബീസും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവരുടെ കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. That proved to be a great helps in discussion during the interview. നമുക്ക് ഡിസ്കഷനിലൊക്കെ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആണ്. It is an effective way of collecting the candidate's previous information. അപ്പോ ഇത് നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ഫോം വഴി കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് ഇൻഫർമേഷൻസ് എന്ന് വെച്ചാൽ മുമ്പുള്ള എക്സ്പീരിയൻസ്, എത്ര വർഷം നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വഴി കളക്ട് ചെയ്യാൻ പറ്റും. It also helps to pass the candidate details to the management and other members of the interview panel and also facilitate data storage for the future use. നമുക്ക് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മാനേജ്മെന്റിനും അതർ ഇന്റർവ്യൂ പാനലിലുള്ള മറ്റു മെമ്പേഴ്സിനും നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്യുന്ന ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചർ ഭാവിയിലേക്ക് അത് സ്റ്റോർ ചെയ്യാനും പറ്റും. Since the application blank is filled by the candidates in his own handwriting. സാധാരണ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് പ്രിന്റഡ് ആയിരിക്കും. അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതിയാവും. നമ്മളുടെ ഓർഗനൈസേഷൻ നമ്മൾ പ്രിന്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോംസ് ആയിട്ട് തരുന്നത് നമ്മളത് ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. It proves to be a useful tool for analyzing his personality. അപ്പൊ ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് സ്യൂട്ടബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ, അതിന്റെ സ്യൂട്ടബിലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫോം ഐദർ ഡീറ്റെയിൽഡ് ഓർ കൺസിസ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ the preference of the organization. ഓർഗനൈസേഷന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും ആപ്ലിക്കേഷൻ ഫോമിൽ വരുന്ന കണ്ടന്റും ഡീറ്റെയിൽസും ഒക്കെ. The information required in these forms may differ based on the type of job and the organization. ജോബിന്റെ ടൈപ്പ് അനുസരിച്ച് ആപ്ലിക്കേഷൻ ഫോമിൽ വരുന്ന ഡീറ്റെയിൽസിൽ മാറ്റം വരും. അതേപോലെ ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കുക, ഡെഫിനേഷൻ ആണ്. അക്കോർഡിംഗ് ടു US National Industrial Conference for publication, the main item of information requested on application form. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാ പറയുന്നത്. The name, address, age, marital status, married ആണോ അൺമാരീഡ് ആണോ, ഡിപ്പെൻഡൻസ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, സ്കൂളിംഗ്, നമ്മൾ എവിടെയാണ് സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തത്, ദെൻ എക്സ്പീരിയൻസ്, നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന്റെ ഫീൽഡില്, റെഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റെഫറൻസ് ആയിട്ട് ഒരു പേഴ്സണൽ നമ്പറോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ നമ്പറോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും.
സോ കൂടുതൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന് ഈ ഒരാളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെല്ലാമാണ് ബേസിക് ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്, ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് ഡിപെൻഡന്റ്, സ്കൂളിംഗ് കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓർഗനൈസേഷൻ സ്റ്റോർ ചെയ്ത് വെക്കും. സ്വന്തം ഹാൻഡ് റൈറ്റിംഗിലാണ് നമ്മൾ കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് എന്താണ് പിന്നീടായാലും ഒരു തെളിവായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇന്ന വ്യക്തിക്ക് ജോലി കൊടുക്കാനുള്ള റീസൺ ചോദിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാരണം അല്ലെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും കാരണം ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒപ്പം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി കൂടി സബ്മിറ്റ് ചെയ്യും. അതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പി, നമ്മുടെ സ്കൂളിംഗിന്റെ സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒപ്പം തന്നെ സബ്മിറ്റ് ചെയ്യൂട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ ഇന്റർവ്യൂ പാനലിൽ നിന്ന് നേരത്തെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടും. ആപ്ലിക്കേഷൻ ഫോം ഒന്ന് സ്ക്രീൻ ചെയ്യുന്നതിലൂടെ ആ ആപ്ലിക്കന്റെ പേര്, ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഒക്കെ ആർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഇന്റർവ്യൂ പാനലിലുള്ള മറ്റു മെമ്പേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ്. Provide precise factual information. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാം. പ്രീ സ്ക്രീനിങ് ജോബ് കാൻഡിഡേറ്റ്സ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ പറഞ്ഞു ആപ്ലിക്കേഷൻ ഫോം സ്ക്രീനിങ് ആണ് ഫസ്റ്റ് പർപ്പസ് സെലക്ഷന്റെ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ത്രൂ ആപ്ലിക്കേഷൻ ഫോം the candidate's contact information, educational background, reference, employment history are communicated to the employer. The application form വഴിയാണ് കാൻഡിഡേറ്റ്സിന്റെ അഡ്രസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, കോൺടാക്ട് ഇൻഫർമേഷൻ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്നത്, അദ്ദേഹം ആരെയാണ് റെഫറൻസ് കൊടുത്തിരിക്കുന്നത്, ആ റെഫറൻസ് വ്യക്തിയെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യും. പിന്നെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, ഇതെല്ലാം ഒരു എംപ്ലോയർക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിലൂടെയാണ്. Application form also provide various additional information to the employer. സാധാരണ ആപ്ലിക്കേഷൻ ഫോമിൽ ഈ പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻസ് കൂടാതെ മറ്റ് ഇൻഫർമേഷൻസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. such as job related skills, നമുക്ക് ആ ജോബ് ചെയ്യാൻ എന്തെല്ലാം സ്കിൽസ് ഉണ്ട്, സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ ആപ്ലിക്കന്റ്. സാധാരണ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ എഴുതാൻ പറയാറുണ്ട്, എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് എംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്ന സാലറി, ലാസ്റ്റ് കിട്ടിയ സാലറി എത്രയാണ്. അപ്പൊ നമ്മളുടെ എക്സ്പെക്ടേഷനും കാര്യങ്ങളും ആ ഒരു ഇതിലുണ്ടാവും. അപ്പൊ കമ്പനി നോക്കുമ്പോൾ എന്താണ് സാലറി എക്സ്പെക്ടേഷൻ, നമ്മളുടെ കമ്പനിയുടെ പോളിസിക്ക് ഓക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തിനെ റിക്രൂട്ട് ചെയ്യില്ല, അടുത്തൊരു പ്രോസസ്സിലേക്ക് കടത്തിയിട്ട് വിടും. അപ്പൊ നമ്മൾ സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ ആപ്ലിക്കൻസ് ഒക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. whether the applicant is available for part-time job or full-time. അപ്പോ ആപ്ലിക്കന്റ് പാർട്ട് ടൈം ജോബിനാണോ അവൈലബിൾ ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ഫുൾ ടൈം ജോബ് ചെയ്യാനാണോ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആസ് വെൽ ആസ് അവേഴ്സ് ഓഫ് അവൈലബിലിറ്റി, എത്ര അവേഴ്സ് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഏകദേശം ധാരണ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ്. പ്രൊവൈഡ് പ്രിസൈസ് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ആപ്ലിക്കേഷൻ ഫോമിൽ എപ്പോഴും വസ്തുതാപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഫോമിലൂടെയാണ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ, ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, റെഫറൻസ്, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എംപ്ലോയർക്ക് മനസ്സിലാക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഓൾസോ പ്രൊവൈഡ് വേരിയസ് അഡീഷണൽ ഇൻഫർമേഷൻ. നമ്മൾ ഒരുപാട് അഡീഷണൽ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോബ് റിലേറ്റഡ് സ്കിൽസ്, നമുക്ക് ആ ജോബ് ചെയ്യാൻ എന്തെല്ലാം സ്കിൽസ് ആണ് ഉള്ളത്, അതേപോലെ സാലറി റിക്വയർമെന്റ്സ്, നമുക്ക് എത്രയാണ് നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ കാര്യങ്ങളും, ആപ്ലിക്കൻസ് ഫുൾ ടൈം ആയിട്ടാണോ പാർട്ട് ടൈം ആയിട്ടാണോ ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ളത്, അതേപോലെ അവർക്ക് എത്ര അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ അവർക്കുണ്ടാവും, എംപ്ലോയർക്ക് കിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന്. To provide legal protection to the applicants. നമ്മള് ലീഗൽ പ്രൊട്ടക്ഷൻ, കാരണം ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം മറ്റാർക്കും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല.
എന്നുവെച്ചാൽ കമ്പനി വേറെ ഒരു പർപ്പസിനും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് പേഴ്സണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് തന്നെ അത് നല്ല കോൺഫിഡൻഷ്യലോട് കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. To provide legal protection to the applicants, the personal information, individual privacy have been protected by the law since the establishment of Title 7 of the Civil Rights Act 1964. 1964 സിവിൽ റൈറ്റ്സ് ആക്ട് പറയുന്ന പ്രകാരം നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസും കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. It is not correct to use job application form that is more than few years old. നമ്മള് ഒത്തിരി പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. എന്ന് വെച്ചാല് നമ്മള് ഒരു 5 വർഷം മുമ്പ് നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല 5 വർഷത്തിന് ശേഷം നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ, അല്ലെ? ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, അല്ലെ? അപ്പോ നമുക്ക് എപ്പോഴും അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. It is not correct to use job application that is more than few years old. ഒരുപാട് വർഷം പഴക്കമുള്ള ജോബ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. The questions that were asked 5 years ago are not legally accepted. 5 വർഷം മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്കായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആൻസർ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഇപ്പോൾ ലീഗലി അക്സെപ്റ്റബിൾ അല്ല. The Equal Employment Opportunity Commission, based on federal legislation, provide the guidance to the employer on what information can be requested from the candidates. അതേപോലെ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് എംപ്ലോയർക്ക് എംപ്ലോയിഡ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷനും ഫെഡറൽ ലെജിസ്ലേഷൻസും പറയുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ മാത്രമാണ് ആപ്ലിക്കൻസിന്റെ അടുത്ത് നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. The candidates, so as to be awarded, rejected based on sex, race, religion, color, national origin, age 40 or older, disability or genetic information. അപ്പൊ എല്ലായിടത്തും അല്ല, എന്നാലും ഡിസ്ക്രിമിനേഷൻസ് ഉള്ള ഫീൽഡ് തന്നെയാണ്. ഈ ഒരു നമ്മൾ പറയുമ്പോൾ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തൊരു ഫീൽഡ് തന്നെയാണ്. സെക്സിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാറുണ്ട്. കാരണം കൂടുതലായിട്ട് ആൾക്കാരും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് മാക്സിമം എന്താണ് പുരുഷന്മാരായിരിക്കും. മെൻസിനെ സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം കൂടുതൽ. കാരണം സ്ത്രീകളാവുമ്പോൾ ഫാമിലി സെന്റിമെന്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവര് ലീവ് എടുക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആവുന്ന സമയത്ത് നമ്മൾ വലിയൊരു ബ്രേക്ക് ഒക്കെ കഴിയും. അതോടെ പിന്നെ നമുക്ക് ജോലിയിലേക്ക് പിന്നെ കയറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പാടുള്ള ഒരു ഫീൽഡാണ്. പിന്നെയും എനിക്ക് തോന്നുന്നു ടീച്ചിങ് ഫീൽഡ് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആണ്. ടീച്ചിങ് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ജോബ് വേക്കൻസീസും കാര്യങ്ങളും ഉണ്ട്. മറ്റു ഫീൽഡ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും മേ ബി എന്താണ് നമുക്ക് ആ ഒരു പണ്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു സെയിം ലെവൽ ജോബ് കിട്ടണമെന്നില്ല. പിന്നെ സാലറിയുടെ കാര്യത്തിൽ നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാലറി കിട്ടുമ്പോൾ അതേ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അതേ എമൗണ്ട് സാലറി കിട്ടുന്നില്ല. അപ്പൊ അതൊരു കേസ്. പിന്നെ റേസ് ആൻഡ് റിലീജിയന്റെ ബേസിൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തായിട്ട് വരുന്നുണ്ട്. കളറിന്റെ ബേസിൽ, നാഷണൽ ഒറിജിന്റെ ബേസിൽ, പിന്നെ ഏജ് 40 ഓർ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരെ കമ്പനി എടുക്കാനായിട്ട് താല്പര്യം കാണിക്കാറില്ല. ഇനി എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവരെയും ചില കമ്പനീസ് എടുക്കില്ല, അവരെ എന്ത് ചെയ്യില്ല, സെലക്ട് ചെയ്യില്ല. ജനറ്റിക് ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാൻഡിഡേറ്റ്സിന്റെ അടുത്തുനിന്ന് ആരും ചോദിക്കാൻ പാടില്ല, എംപ്ലോയർ ചോദിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ കളറോ നാഷണൽ ഒറിജിനോ അങ്ങനെയൊന്നും നമ്മൾ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. വെച്ചാൽ ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ. നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ for enabling productive interview, the employer makes use of background information gathered with the help of the application form. അപ്പൊ നല്ല രീതിയിൽ
ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. Application form helps in providing unfiltered version of the applicant's work history. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് അൺഫിൽറ്റേർഡ് വേർഷൻ ആപ്ലിക്കൻസിന്റെ വർക്ക് ഹിസ്റ്ററിനെ കുറിച്ചിട്ടും എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫോംസ് are used to gather such informations as it is easy for candidate to exaggerate resumes. അപ്പൊ നമ്മള് റെസ്യൂമേയിൽ ഉള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം വഴി ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫോം ensure that everyone is on an equal footing. All the applicants are asked about the same information. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം, എൻഷുർ ചെയ്യാൻ പറ്റും. എല്ലാ ആപ്ലിക്കൻസിന്റെ കയ്യിൽ നിന്നും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒന്നും അവിടെ വരുന്നില്ല. അപ്പൊ എല്ലാവരിൽ നിന്നും സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കളക്ട് ചെയ്യുന്നത്. സോ കമ്പാരിസൺ വളരെയധികം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫോംസ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ എല്ലാവരിൽ നിന്നും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ ആസ്ക് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഫോംസ് വഴി കമ്പയർ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫോംസ് ആർ യൂസ്ഡ് ബൈ ദ എംപ്ലോയർ in order to readily identify the problems like job hopping, criminal history, ineligibility to the work in the country. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം വഴി നമുക്ക് കുറെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജോബ് ഹോപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എത്ര നാളൊരു ജോബിൽ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സ്പീരിയൻസ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 1-2 വർഷമൊക്കെ എക്സ്പീരിയൻസ് എല്ലാ ഫീൽഡിലും ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം 1 വർഷത്തോളം സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ചില എന്താ പറയുക കാൻഡിഡേറ്റ്സ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 months പോകും, പിന്നെ 4 months പോകും, ഒരു 5 months വേറൊരു ജോലിക്ക് പോകും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസ് അവർക്കുണ്ട്. പക്ഷെ ടൈം പീരീഡും കൂടി നോക്കും. അപ്പൊ പെട്ടെന്ന് ഒരു ജോബ് എന്ത് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്ന് എംപ്ലോയർ മനസ്സിലാവും. അപ്പൊ ആ ഒരു വ്യക്തിന് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ സ്ഥാപനത്തിൽ നിർത്തിയാലോ അദ്ദേഹം മേ ബി വേണമെങ്കിൽ നമ്മുടെ സ്ഥാപനം വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ എടുക്കില്ല. ഒരു വ്യക്തിക്ക് 5 year എക്സ്പീരിയൻസ് ഇന്നൊരു സ്ഥാപനത്തിൽ 5 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ആയിരിക്കും ആ ഒരു അത്രയും നാളൊരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് സ്റ്റെബിലിറ്റി ഉള്ള ആളാണെന്ന് പരിഗണിക്കും. ഇനി ക്രിമിനൽ ഹിസ്റ്ററി ആണ്. എന്തെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്റലിജിബിലിറ്റി ടു വർക്ക് ഇൻ ദ കൺട്രി, അതേപോലെ തന്നെ IQ ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്, അതേപോലെ അതിന് എത്ര കോഴ്സ് എത്ര ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണോ എന്നൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും നമുക്ക് ആപ്ലിക്കേഷൻ ഫോം വഴി അതിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് വെരിഫിക്കേഷൻ. ആൻഡ് എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം ഡിഫറെന്റ് ഫ്രം റെസ്യൂമെ. എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നമ്മുടെ റെസ്യൂമിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. ആസ് ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് സൈൻഡ് ബൈ ദ ആപ്ലിക്കന്റ്. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ആപ്ലിക്കന്റ് സൈൻ ചെയ്യാൻ. നമ്മളിപ്പോ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഫിൽ ചെയ്തതിനു ശേഷം ലാസ്റ്റ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം എന്റെ പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ അറിവോട് കൂടിയാണ് ഞാൻ ഫിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് സൈൻ ചെയ്ത് കൊടുക്കും. ഏറ്റവും ലാസ്റ്റ് എന്റെ പേരും സൈൻ ചെയ്യും. അപ്പൊ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാറി. ആപ്ലിക്കേഷൻ ഫോം എന്തായിട്ട് മാറി, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാറി. ബൈ ആപ്ലിക്കന്റ് ടു ക്ലാരിഫൈ ദാറ്റ് ട്രൂ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ ദം. അവർ കൊടുത്തിരിക്കുന്നത് ട്രൂവും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് തന്നെ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാറി. A paragraph on most applicants' application form provide warning that omission or false information on the form may result in application being rejected or employee being fired. മുകളിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസിന്റെ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ഒമിഷൻസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പറയും ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയിനെ ഫയർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, കമ്പനിക്ക് ഉണ്ട് എന്നൊരു നോട്ടിഫിക്കേഷനും കൂടി ഉണ്ടാവും. ഇൻ അഡീഷൻ ആപ്ലിക്കേഷൻ ഫോം may contain statement giving hiring employers permission for examining the records.
അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്ത റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എക്സാം ചെയ്യാനായിട്ട് ആർക്ക് അധികാരമുണ്ട്, എംപ്ലോയർക്ക് അധികാരമുണ്ട് എന്നും കൂടി സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്, ക്രെഡിറ്റ് ചെക്ക്, അതേപോലെ എക്സാമിങ് കോൺട്രാക്ട് റെഫറൻസ് ആൻഡ് പ്രീവിയസ് എംപ്ലോയർ. അപ്പോൾ പ്രീവിയസ് എംപ്ലോയറിനെയും അതേപോലെ തന്നെ നമ്മളുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, എംപ്ലോയർക്ക് ഉണ്ട്. അതിനുള്ള പെർമിഷൻ ആപ്ലിക്കന്റ് കൊടുക്കുന്നതായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ടാവും, അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ പിന്നീട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തിനാണ് എന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഇന്നാളെ കോൺടാക്ട് ചെയ്യുന്നത്, കാരണം ഓൾറെഡി ഞാനാണ് ആ നമ്പറും ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോ പിന്നെ എംപ്ലോയർക്ക് അതിനുള്ള അധികാരമുണ്ട്, പിന്നെ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. വെരിഫിക്കേഷൻ ആണ് പറഞ്ഞത്. റെസ്യൂമെ പോലെയല്ല ആപ്ലിക്കേഷൻ ഫോം, ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, ആപ്ലിക്കൻസ് സൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റും ട്രൂവും ആണ് എന്ന് പറഞ്ഞ ആപ്ലിക്കൻസ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം. സാധാരണ പാരഗ്രാഫ് ഓൺ മോസ്റ്റ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒമിഷൻസ് ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള അധികാരം എംപ്ലോയർക്ക് ഉണ്ട്, എംപ്ലോയർ ഫയർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, എംപ്ലോയറുണ്ട്. അതേപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, എംപ്ലോയർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. പർപ്പസ് ഓഫ് application form and purpose of application form ഒന്ന് read ചെയ്തേ. Purpose of application form എങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? വാഹി, ഒരു പേരെന്താണ്? വാഹി അൻസാരി. ഏത് പർപ്പസ് ആണ് ഒരു മനസ്സിലാവുന്നത്? മാം ഞാനേ ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ കയറിയത്. അപ്പൊ ആ രണ്ടെണ്ണം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ടു ആണോ? ആ ഫസ്റ്റ് ടു വർക്കില്ലായിരുന്നു, അതാണ് താമസിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മള് എന്താ കൃത്യമായിട്ടുള്ള വസ്തുതപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ആപ്ലിക്കേഷൻ ഫോമിൽ കാൻഡിഡേറ്റ്സ് ഫിൽ ചെയ്യാൻ പാടുള്ളൂ. അതെല്ലാം നമ്മൾ ആപ്ലിക്കൻസിന്റെ പേഴ്സണൽ കോൺടാക്ട്, അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് കോൺടാക്ട് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, റെഫറൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൂടാതെ കുറച്ചുകൂടി അഡീഷണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ജോബ് റിലേറ്റഡ് സ്കിൽസോ സാലറി റിക്വയർമെന്റ്സോ നമ്മളുടെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും, സാലറി എക്സ്പെക്ടേഷൻ ഇത്രയും ആണ് എന്നുള്ള കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആപ്ലിക്കൻസ് ഏത് ടൈമില് പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യം, ഫുൾ ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. എത്ര അവേഴ്സ് പെർ ഡേ വർക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്കൻസ് തയ്യാറാണ് എന്നുള്ളതും കൂടി ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡഡ് ആണ്.
ദെൻ ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്കറിയാം ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പ്രൈവസി അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് സിവിൽ റൈറ്റ് ആക്ട് 1964 ആണ്, ടൈറ്റിൽ 7 ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. നമ്മള് ആപ്ലിക്കേഷൻ ഫോം നോട്ട് കറക്റ്റ് യൂസ് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് എപ്പോഴും ഈ ഒരു പഴയ ആപ്ലിക്കേഷൻ ഫോം തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമിന്റെ എന്താണ് ലീഗൽ വാലിഡിറ്റി കഴിഞ്ഞു. നമ്മൾ 5 വർഷം മുമ്പ് ചോദിച്ച ചോദ്യങ്ങളായിരിക്കില്ല അതിന് കൊടുത്ത ആൻസർ ആയിരിക്കില്ല ഇപ്പൊ ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് സാലറി എക്സ്പെക്ടേഷൻ 5 വർഷം മുമ്പ് ചിലപ്പോൾ ഒരു 50,000 or 20,000 ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ ചിലപ്പോൾ 40,000-50,000 ഒക്കെ ആയിരിക്കും, മാറിയിട്ടുണ്ടാവും. സോ നമുക്ക് അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. 5 വർഷത്തിന് ശേഷം അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഈ ഇൻഫർമേഷൻസ് എന്തെല്ലാം എംപ്ലോയീസിന്റെ അടുത്ത് കളക്ട് ചെയ്യണം, എന്തൊക്കെ കളക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇൻഫർമേഷൻസ് എംപ്ലോയീസിന്റെ കളക്ട് ആപ്ലിക്കേഷൻ ഫോം വഴി കളക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഫോളോ ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. എല്ലാവരും വായിച്ചിട്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പായിക്കുക കേട്ടോ. ഞാൻ അടുത്ത ടോപ്പിക്ക് എത്താം. ഓക്കെ കേട്ടാ. ഇനി നമ്മൾ നോക്കുന്നത് കണ്ടന്റ്സ് ഇൻ ആപ്ലിക്കേഷൻ ഫോംസ് ആണ്. ആപ്ലിക്കേഷൻ ഫോംസിന്റെ കണ്ടന്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടന്റ്സ് ഇൻ ആപ്ലിക്കേഷൻ ഫോം ആണ്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, സാലറി, നമ്മുടെ എക്സ്പെക്ടഡ് സാലറി, ലാസ്റ്റ് നമുക്ക് കിട്ടിയ സാലറി ചില ആപ്ലിക്കേഷൻ ഫോംസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പേഴ്സണൽ ഐറ്റംസ്, ഹോബീസ്, അതേപോലെ തന്നെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. റെഫറൻസ്, നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും നോട്ട് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് കണ്ടന്റ്സ് ഇൻ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കാം. കണ്ടന്റ്സ് ഇൻ ആപ്ലിക്കേഷൻ ഫോം ആണ്. The information generally required on following items in application form. സാധാരണയായിട്ട് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആണ്. ദിസ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് കാൻഡിഡേറ്റ്സ് നെയിം. എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും ആപ്ലിക്കേഷൻ ഫോമിൽ? ഫസ്റ്റ് തന്നെ കാൻഡിഡേറ്റ്സിന്റെ നെയിം ആയിരിക്കും, ആപ്ലിക്കൻസ് നെയിം എന്ന് പറയും. ഡേറ്റ് ഓഫ് ബർത്ത്, കറസ്പോണ്ടൻസ് ആൻഡ് പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്, നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ അഡ്രസ്. മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ, സെക്സ് ഫീമെയിൽ ഓർ മെയിൽ ആണോ,
നാഷണാലിറ്റി ഇന്ത്യൻ ഓർ അതേഴ്സ് ആണോ, നാഷണാലിറ്റി ചോദിക്കും. പാരന്റ്സ് നെയിം ആൻഡ് ദർ ആനുവൽ ഇൻകം. നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് എത്ര പേരുണ്ട് എന്നുള്ളതും കൂടി ആ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. This give information to the management about the candidates. ഈ ഇൻഫർമേഷൻസ് മാനേജ്മെന്റിന് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്റ്റാറ്റസ് ഓഫ് ദിസ് ഫാമിലി ഇൻ ദ സൊസൈറ്റി, അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ബാക്ക്ഗ്രൗണ്ട് വിച്ച് ഡിറ്റർമിൻ ഹിസ് സ്യൂട്ടബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി സ്യൂട്ടബിൾ ആണോ, നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഓൺ ഹിസ് പേഴ്സണാലിറ്റി. ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സ്റ്റാറ്റസ് ഇതെല്ലാം നോക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് ഏകദേശം ധാരണ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ധാരണയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ അദ്ദേഹം സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് കണ്ടന്റ് ആയിട്ട് പറഞ്ഞത് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്. കാൻഡിഡേറ്റ്സിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, sex, nationality, parents name, annual income, number of dependents ഒക്കെയാണ് സാധാരണയായിട്ട് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആയിട്ട് കളക്ട് ചെയ്യാറ്. ഈ ഡാറ്റാസ് എല്ലാം മാനേജ്മെന്റ് വെരിഫൈ ചെയ്യുന്നതിലൂടെ ആ ഒരു വ്യക്തിയുടെ ഫാമിലി സ്റ്റാറ്റസും ബാക്ക്ഗ്രൗണ്ടും പേഴ്സണാലിറ്റിയും കമ്പനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ദിസ് കൺസിസ്റ്റ് of details about the candidate's educational institution. അപ്പൊ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. സച്ച് ആസ് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി എക്സെട്ര. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ആ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കോഴ്സ് he has studied. ഏത് കോഴ്സ് ആണ് ചെയ്തത്, the duration of the study, എത്ര നാളാണ് അതിന്റെ ഡ്യൂറേഷൻ, മീഡിയം ഓഫ് സ്റ്റഡി, ഏത് മീഡിയത്തിലൂടെയാണ്, ഓൺലൈൻ, ഓഫ്ലൈൻ, ഓർ നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിൽ അങ്ങനെ, അപ്പോ ഏത് മീഡിയത്തിലൂടെയാണ് സ്റ്റഡി ചെയ്തത്. മാർക്സ് ആൻഡ് റാങ്ക് അച്ചീവ്, നമുക്കറിയാം ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഏതൊക്കെ റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സ്പോർട്സ്, നമ്മള് കോളേജ് ടൈമിലുള്ള സമയത്തോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ടൈമിൽ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ നോട്ട് ചെയ്യാറുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. ഈ ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. കാരണം നമ്മുടെ എംപ്ലോയിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി ചെയ്യാൻ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്ന് ആർക്ക് അറിയാം, കമ്പനിക്ക് അറിയാം. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണോ ആർക്കുള്ളത്, കാൻഡിഡേറ്റ്സിനുള്ളത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും, നോക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് എൻ്റയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്, നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ജോബ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യും. ഗ്രേറ്റസ്റ്റ് സ്ട്രെസ് ഇസ് ലൈഡ് ഓൺ ടൈപ്സ് ഓഫ് വർക്ക്, ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആണ്, എത്ര നാള് നമ്മളോട് ജോലി ചെയ്തു, എന്താണ് ആ ഒരു ജോബ് ഡ്യൂട്ടിയാണ് റീസൺ, നമ്മൾ ആ സമയത്ത് എന്തെല്ലാം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ആണ് ഹാൻഡിൽ ചെയ്തിരുന്നത്, അന്ന് നമ്മൾ ലാസ്റ്റ് സാലറി പാക്കേജ് എങ്ങനെയായിരുന്നു, ഇത്രയും ഡീറ്റെയിൽസ് ഈ വർക്ക് എക്സ്പീരിയൻസിൽ ഇൻക്ലൂഡ് ചെയ്യും. ദിസ് കൺസിസ്റ്റ് ഓഫ് എൻ്റയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽ. ഗ്രേറ്റർ സ്ട്രെസ് ഈസ് ലൈഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആണ് ചെയ്തിരുന്നത്. ഡ്യൂറേഷൻ ഓഫ് വർക്ക് ഇൻ ഈച്ച് ജോബ്, ഓരോ ജോബിന്റെയും ഡ്യൂറേഷൻ എങ്ങനെയാണ്, എത്ര നാൾ നിന്നും, 1 year ആണോ, 2 year ആണോ, എത്ര മന്ത്സ് ആണെങ്കിൽ മന്ത്സ്, അതവിടെ നോട്ട് ചെയ്യണം. റീസൺ ഫോർ ദ എക്സിസ്റ്റ് ഫ്രം ദ പ്രീവിയസ് ജോബ്, നമ്മൾ ആ പ്രീവിയസ് ജോബ് കിട്ടിയാണോ കാരണം എന്താണ്. ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ, നമ്മൾ ആ ജോബ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ആണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. സാലറി പാക്കേജ്, നമ്മുടെ ലാസ്റ്റ് സാലറി പാക്കേജ് എത്രയായിരുന്നു എന്നുള്ളത് വരെ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസിൽ ചോദിക്കാറുണ്ട്. This data update the organization about candidates job stability. ആ ജോബ് സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു കാൻഡിഡേറ്റ്സ് ഒരു 10 കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ 10 കമ്പനിയിൽ ചിലപ്പോ ഒരു 6 മാസമോ അല്ലെങ്കിൽ 5 മാസം 4 മാസം ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നതാണോ, ഒറ്റ കമ്പനിയിൽ 5 വർഷം വർക്ക് ചെയ്തതായിരിക്കും
നമ്മള് ജോബ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഒരു എംപ്ലോയി കൂടുതൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കമ്പനി, നമ്പർ ഓഫ് 10 കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ 5 മാസം 4 മാസം 3 മാസം അങ്ങനെ ഒരു കാലയളവിലൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു എംപ്ലോയി 5 വർഷം ഒറ്റ സ്ഥാപനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ സാധാരണ നിങ്ങൾ വിചാരിക്കും ഏത് എംപ്ലോയിക്കാണ് ജോബ് സ്റ്റെബിലിറ്റി കൂടുതൽ? 5 years. 5 years വർക്ക് ചെയ്ത വ്യക്തിക്കാണ് ജോബ് സ്റ്റെബിലിറ്റി കൂടുതൽ. സോ നമ്മൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ കമ്പനി എന്തായാലും ആ 5 years വർക്ക് ചെയ്ത വ്യക്തിക്ക് എന്ത് ചെയ്യുള്ളൂ? സെലക്ട് ചെയ്യുള്ളൂ. കാരണം അദ്ദേഹത്തിന് വർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. ആ വർക്കിനോട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ആ ഒരു സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഹിസ് ബിഹേവിയർ ടുവേഴ്സ് വർക്കിനോടുള്ള അദ്ദേഹത്തിന്റെ ബിഹേവിയർ, ഹിസ് ആറ്റിറ്റ്യൂഡ്, ലോയൽറ്റി ടുവേഴ്സ് ദ പ്രീവിയസ് എംപ്ലോയർ എക്സെട്ര. നമ്മളിപ്പോ എന്താണ് നിങ്ങളെ ജോബ് കിട്ടിയാനുള്ള കാരണം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ എംപ്ലോയറിനെ കുറിച്ചിട്ട് ഒരുപാട് മോശം കാര്യങ്ങൾ നമ്മളുടെ പുതിയ എംപ്ലോയറിനോട് പറയാനൊന്നും പാടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന എംപ്ലോയർ പറയും, നാളെ ഇവന് എന്റെ ജോബിൽ നിന്ന് പോയിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുമല്ലോ, അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കാതിരിക്കും. സോ നമ്മളെപ്പോഴും ഒരു ലോയൽറ്റി കീപ്പ് ചെയ്യണം. നമ്മളെന്തെല്ലാം പറയാൻ പാടുണ്ട്, പറയാൻ പാടില്ല എന്നുള്ളത് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മളെപ്പോഴും അതിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ വേണം. എന്തുകൊണ്ടാണ് ജോബ് കിട്ടിയതെന്ന് ചോദിച്ചാൽ മേ ബി സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കാം. നെക്സ്റ്റ് ആണ് സാലറി ചോദിക്കും. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ സാലറി. എക്സ്പെക്ടഡ് സാലറി ചോദിക്കാറില്ലേ? ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും എക്സ്പെക്ടഡ് സാലറി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ലാസ്റ്റ് കിട്ടിയ സാലറിനേക്കാൾ ഒരുപാട് ഹൈയില് നമ്മൾ സാലറി ഫിക്സ് ചെയ്യരുത്. ഇപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ ലാസ്റ്റ് സാലറി 15,000 ആണെന്ന് വിചാരിക്കും, 15 15,000 ആണെങ്കിൽ ഞാൻ ന്യൂ സാലറി പാക്കേജിൽ എഴുതാൻ പോകുന്നത് മേ ബി 80 to 25 എന്നാണ്, അല്ലെങ്കിൽ 80,000 to 20,000 റുപ്പീസ് എന്നായിരിക്കും ഞാൻ എഴുതുന്നത്. കാരണം ആ ഒരു സാലറി പാക്കേജ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണെന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതിയാൽ മതി. എക്സ്പെക്ടിങ് സാലറി. സോ ഓവർ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ കമ്പനി പറയും ഭയങ്കര അത്യാഗ്രഹിയാണ്, അതുകൊണ്ട് ഇവരെ എടുക്കണ്ട എന്നുള്ള രീതിയിൽ വരും. അതെങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെക്കാളും കൂടുതൽ സാലറി വേറെ ആരെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ കമ്പനിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നൊരു മൈൻഡ് ആയിരിക്കും വരുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഓൾസോ ആസ്ക് ഫോർ സാലറി that the candidate is presently obtaining and what he is expecting from the organization. അപ്പോ സാലറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പൊ എത്ര രൂപയാണ് സാലറി കിട്ടുന്നത്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എത്ര രൂപ സാലറി കിട്ടുന്നതാണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നോട്ട് ചെയ്യും. ഇനിയിപ്പോ ഈ ഒരു ചോദ്യം സാലറി എക്സ്പെക്ടേഷനെ കുറിച്ചിട്ട് നേരിട്ടാണ് എംപ്ലോയർ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ മറുപടി പറയണമെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്റെ എക്സ്പീരിയൻസിനും ക്വാളിഫിക്കേഷനും അനുസരിച്ചിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള സാലറി ആയിരിക്കും നിങ്ങൾ എനിക്ക് തരുന്നതിന് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെ പറയാം, പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മൾ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ലക്ഷണം അവിടെയുള്ള എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള സാലറീസ് കൊടുക്കുന്ന സ്ഥാപനമാണെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തെ നല്ല രീതിയിൽ പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറീസ് കിട്ടും. എന്നുവെച്ചാൽ പെട്ടെന്ന് എടുത്തേണ്ടി നമ്മള് എനിക്ക് 50,000 വേണം, 50,000 രൂപ വേണം സാലറി, എന്നാൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നതിലും നല്ല ഒരു ടോണാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അങ്ങനെ പറഞ്ഞ് അവരോട് സംസാരിക്കണം. സാലറി എക്സ്പെക്ടേഷൻ സാധാരണ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ലാസ്റ്റ് നമ്മളോട് ചോദിക്കാറുണ്ട് പേഴ്സണലി നിങ്ങൾ സാലറി എത്ര രൂപ സാലറി എക്സ്പെക്ട് ചെയ്യുന്നു ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കാറുണ്ട്. നല്ല പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ആർക്കും രണ്ടുപേർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയുകയാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. നെക്സ്റ്റ് ആണ് പേഴ്സണൽ ഐറ്റംസ്. ദിസ് കംപ്രൈസസ് എ പേഴ്സൺസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ, അസോസിയേഷൻ മെമ്പർഷിപ്പ്, നമുക്ക് ഏതെങ്കിലും ക്ലബുകളിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത്, സ്പോർട്സ്, ഹോബീസ് ഒക്കെ നമുക്ക് ഈ പേഴ്സണൽ ഐറ്റംസിൽ വരും. ലാസ്റ്റ് ആണ് റെഫറൻസ് അല്ലേ. ഇറ്റ് ഇൻക്ലൂഡ് ദ നെയിം, അഡ്രസ് ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്
of the person who can be contacted for reference. എന്റെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റെഫറൻസ് ഡീറ്റെയിൽസ് കൊടുക്കണം. അദ്ദേഹത്തിന്റെ നെയിം, അഡ്രസ്, പിന്നെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കണ്ടന്റ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്പോർട്സിന്റെ കേസിൽ നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളാണ് അവിടെ പറയുന്നത്. നമുക്ക് ചില സ്പോർട്സുകൾ ഇഷ്ടമായിരിക്കും, ചിലത് ഇഷ്ടമല്ലായിരിക്കും. സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫുട്ബോളാണ് ഇഷ്ടം, പക്ഷെ എന്താണ് ചില ആൾക്കാർക്ക് ക്രിക്കറ്റ് ആയിരിക്കും. നമുക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ലൈക്സും ഡിസ്ലൈക്കും ഉണ്ടാവും. പിന്നെ ഒരു സ്പോർട്സിന്റെ പേര് പറഞ്ഞാൽ ലൈക്ക് ആണെങ്കിൽ ലൈക്കിൽ ക്ലിക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്കിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ മനസ്സിലായോ? ക്ലിയർ ആണോ ടോപ്പിക്? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോമിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്. The advantages of application form. Advantages of using application forms are dash. ഇത് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ ഫോംസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. A standard application form give a formal introduction of the potential applicant. ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കിട്ടുന്നത്. Sorry all,
ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കേൾക്കാലോ? ഓക്കെ അല്ലേ? കാണാനും പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പെട്ടെന്ന് ക്ലാസ് കട്ടായി പോയി. ഞാൻ പെട്ടെന്ന് മനസ്സിലായി എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. നോക്കട്ടെ, 1 മിനിറ്റ് ഞാനത് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ ഫോംസ് ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ആപ്ലിക്കൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. With the help of an application form, the firm is able to extract valuable information about the different applicants and compare them. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഒരു ആപ്ലിക്കേഷന്റെ ഫോമിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് ഡിഫറെന്റ് ആപ്ലിക്കൻസ് ഉണ്ടാവും അല്ലെ, അവരുടെ ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാനും അത് കമ്പയർ ചെയ്യാനും പറ്റും. നമ്മളുടെ എല്ലാത്തിനെയും ഫോർമാറ്റ് ഒരേപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കമ്പയർ ചെയ്യാനൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യും. The firm has the right to reject the potential applicant who does not meet the minimum job qualification. Suppose minimum job qualification മെറ്റ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് റിജക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഫേമിനുണ്ട്. ആഫ്റ്റർ പ്രോപ്പർ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ആപ്ലിക്കൻസ് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോംസും കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ, ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? റിജക്ട് ചെയ്യാൻ പറ്റും. It helps in forming a basic to start the conversation. നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആപ്ലിക്കേഷൻ ഫോം. സോ സപ്പോസ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആ ഹോളിലേക്ക് കയറാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? പെർമിഷൻ വാങ്ങിക്കും അല്ലെ? എക്സ്ക്യൂസ് മീ, മേ ഐ കം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ചോദിക്കും, ഞാൻ വന്നോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ പെർമിഷൻ വാങ്ങിക്കുമ്പോൾ ഓക്കെ നമ്മളുടെ പേര് പറഞ്ഞിട്ട് വരൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. സപ്പോസ് ഇന്ന ആളുടെ പേര് ഇപ്പൊ മേഘയുടെ ആണെങ്കിൽ മേഘ കമ്മിങ് എന്ന് പറയുകയാണെങ്കിൽ ഓ നമ്മളെ കുറിച്ച് അറിയാം എന്നുള്ളൊരു ഫീല് നമുക്ക് വരും അല്ലെ, നമുക്കൊരു കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്നുവെച്ചാൽ നമ്മളുടെ നമ്മള് ഒരു ഇന്റർവ്യൂ ഹോളിലോട്ട് കയറുമ്പോൾ ഫുൾ ടെൻസ്ഡ് ആയിരിക്കും അല്ലെ, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തിനാന്നറിയില്ല, വേറെ ഇന്റർവ്യൂകളിലോട്ട് കയറുമ്പോൾ നമുക്ക് നല്ല ടെൻഷനും കാര്യങ്ങളുണ്ടാവും. നമ്മൾ അറിയാവുന്ന ആളാണ് അകത്തുനിന്നുള്ളൊരു മീനിങ്, നമ്മളെ കുറിച്ച് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നത്. സോ നമ്മളെ കുറിച്ച് അറിയാലോ എന്നുള്ളൊരു ഫീൽ നമുക്ക് കൂളായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ്. ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ ഫോം ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന്റെ ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ഫോംസ് യൂസ് ചെയ്ത് നമുക്ക് അവർ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമുക്ക് അറ്റ് എ ടൈം ആപ്ലിക്കേഷൻ ഫോം സ്ക്രീൻ ചെയ്യുമ്പോൾ തന്നെ റിജക്ട് ചെയ്യാനുള്ള റൈറ്റ് ഫേമിനുണ്ട്. ഒരു ഫോർമൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം യൂസ് ചെയ്യും. നിങ്ങൾ ഇന്ന കോളേജിലാണ് പഠിച്ചത്, നമ്മൾ ചിലപ്പോൾ ഞാൻ സീനിയർ ആയിട്ട് പഠിച്ച കോളേജിൽ അല്ല, ഞാൻ പഠിച്ച കോളേജിലായിരിക്കും എന്റെ ജൂനിയർ ആയിട്ടായിരിക്കും ആപ്ലിക്കന്റ് വന്നിരിക്കുന്നത്. സോ ഞാൻ ആ ഒരു കോളേജിലാണ് പഠിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്കും കുറച്ച് റിലാക്സ് ആവും. കാരണം എന്റെ സീനിയർ ആയിരുന്നല്ലോ എന്നെ ഇന്റർവ്യൂ ചെയ്തത് എന്നൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫോംസിന് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻ ദ സെലക്ഷൻ പ്രോസസ് using application forms from create various problems which are attributes to the following factor. Different types of problems കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Sometimes firm design certain application form very carelessly. നമ്മൾ ഫോം കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിലല്ല പ്രിപ്പയർ ചെയ്തിരിക്കുന്നെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യമായിരിക്കില്ല അതിന് കിട്ടുന്നത്. Few applicants are expert in give false information about their qualification, which is difficult to verify. ചില ആപ്ലിക്കൻസ് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യും ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. There can be a possibility that the HR person face the problem in assessing the information about the applicant that are mentioned in the application form. അപ്പോൾ HR persons ഫേസ് ചെയ്യാറുണ്ട്. ചിലപ്പോ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും.
മേ ബി റെഫറൻസ് ചെക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പേര് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ബട്ട് നമ്മൾ ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ആള് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഡിഫിക്കൽറ്റി ടു അസസ് ദ കറക്റ്റ് ഡാറ്റ, നമുക്ക് ആ കറക്റ്റ് ഡാറ്റ അസസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജിന് അതിൻ്റെതായ എന്താണ് ആപ്ലിക്കേഷൻ ഫോമിലും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ചില സമയത്ത് ഫോം കെയർലെസ്ലി ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ ചില കേസുകളിൽ ഫ്യൂ ആപ്ലിക്കൻസ് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കും, നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ HR പേഴ്സൺസ് ഈ ഒരു ഇൻഫർമേഷൻസ് അസസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. HR പേഴ്സൺസിന് അത് കറക്റ്റ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് ഡിസഡ്വാൻറ്റേജ് വായിച്ചു നോക്കി. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേണ്ട നെക്സ്റ്റ് പർപ്പസ് ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോസസ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.